അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രോഗവും ആരോഗ്യവും എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് പരീക്ഷിക്കുന്നു. മറ്റു ചില ആളുകളെ നല്ല ആരോഗ്യം നൽകി അവൻ പരീക്ഷിക്കുന്നു. ചില ആളുകളെ ഐശ്വര്യം കൊണ്ട് അവൻ പരീക്ഷിക്കുന്നു. മറ്റു ചിലരെ ആകട്ടെ അവൻ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്നു. ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഇനി ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് പരീക്ഷിക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന അവസ്ഥ, അദ്ദേഹം വ്യാധികളിലും ആദികളും അദ്ദേഹത്തിൻ്റെ വെപ്രാളങ്ങളിലുമായിട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥയാണ്. ഇതുവരെ അവന് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പോലും അദ്ദേഹം മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഇതുവരെ അവൻ ചോദിക്കാതെ എല്ലാം സംവിധാനിച്ച അള്ളാഹുവിനെ തെറി വിളിക്കുന്ന ഒരവസ്ഥ വരെ പലപ്പോഴും പലരിൽ നിന്നും കാണാറുണ്ട്. എന്നാൽ കൂട്ടുകാരെ, എന്താണ് നമ്മൾ രോഗാവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത്? അതും മഹാന്മാരവിടുന്ന് പഠിപ്പിച്ചു തരുന്നത് കാണാം. കിതാബുകളിലൂടെ മഹാന്മാരവിടുന്ന് പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ രോഗിയായാൽ അവിടുന്ന് സൂറത്തുൽ ഇഖ്ലാസ് കഴിയുന്നുണ്ട് എങ്കിൽ ഒരു 100 പ്രാവശ്യം അവൻ പാരായണം ചെയ്യട്ടെ. 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അവിടുന്ന് പാരായണം ചെയ്യട്ടെ. വളരെ ചെറിയ സൂറത്താണല്ലോ, നമുക്ക് 100 പ്രാവശ്യം പാരായണം ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു ദിക്റാണ്, ഒരാൾ രോഗിയായാൽ അയാളുടെ രോഗശമനത്തിനും അയാളുടെ മാനസികമായ സന്തോഷത്തിനും ഉല്ലാസത്തിനും വേണ്ടി അദ്ദേഹം ചൊല്ലേണ്ട മറ്റൊരു ദിക്റാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വിവരിച്ച മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ധാരാളമായി ചൊല്ലി അവിടുന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും അല്ലാഹു തആല രക്ഷ നൽകിയ ദിക്ർ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ 40 പ്രാവശ്യം അവൻ പാരായണം ചെയ്യലാണ്. അതുപോലെ മഹാന്മാർ വിശദീകരിക്കുന്ന വേറെ സ്ഥലങ്ങളിൽ മഹാന്മാർ പല ദിക്റുകളും അവിടുന്ന് നമ്മോട് നിർദ്ദേശിക്കുന്നത് കാണാം. ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൻ്റെ പുറമെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റിന് പുറമെ അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഒരാൾ അധികരിപ്പിക്കുക. രോഗിയാണ് എങ്കിൽ അദ്ദേഹം അധികരിപ്പിച്ചുകൊള്ളട്ടെ. മറ്റൊരു സ്ഥലത്ത് കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം എന്ന ആ ദിക്ർ ദുആഉൽ കർബ് അവൻ ഇങ്ങനെ അധികരിപ്പിച്ചുകൊള്ളട്ടെ. അല്ലെങ്കിൽ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു എന്നിങ്ങനെയുള്ള ദിക്ർ അവൻ അധികരിപ്പിക്കട്ടെ. ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു ദിക്ർ അവൻ ഇങ്ങനെ അധികരിപ്പിച്ചുകൊള്ളട്ടെ. അല്ലെങ്കിൽ എല്ലാ ദിക്റും കഴിയുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അധികരിപ്പിച്ചുകൊള്ളട്ടെ. കൂട്ടുകാരെ, നമുക്ക് അല്ലാഹു തആല ഒരു രോഗം തരുമ്പോൾ ഒരിക്കലും അതിൻ്റെ പേരിൽ വെപ്രാളപ്പെട്ട് മാനസികമായ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ഒരിക്കലും നമ്മൾ ക്ഷീണിച്ചു പോകാൻ പാടില്ല. നമ്മുടെ ആത്മീയമായ ശോഷണം നമുക്ക് നമ്മുടെ രോഗാവസ്ഥയിൽ സംഭവിച്ചു പോകരുത്. നമ്മൾ ദിക്റുകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും പച്ചപ്പുണ്ടാക്കണം, സമാധാനമുണ്ടാക്കണം. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.